എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായി അവരുടെ ഹോം സ്റ്റേഡിയത്തിൽ കളിക്കുകയാണ്. രാത്രി 7:30 മത്സരം അരങ്ങേറുന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ സീസണിലെ 3ാമത്തെ മത്സരമാണ്. 2 ഹോം മത്സരങ്ങളായിരുന്നു കഴിഞ്ഞ മത്സരങ്ങളിൽ നടന്നത്. അതിൽ 1 വിജയിക്കുകയും 1 തോൽക്കുകയും ചെയ്തു. അങ്ങനെ സീസണിൽ 3 പോയിൻ്റാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത്. ഒരുപാട് പ്രതീക്ഷകളാണ് കഴിഞ്ഞൊരു മത്സരത്തിലൂടെ ബ്ലാസ്റ്റേഴ്സ് നമുക്ക് തന്നിട്ടുള്ളത്. മികച്ച രീതിയിലുള്ള പെർഫോമൻസ് ആണ് എൻ്റെ ടീമും കാഴ്ചവെച്ചത്. എഡ്രിയാൻ ലൂണ എന്ന താരത്തിൻ്റെ അഭാവം കാണിക്കാത്ത രൂപത്തിലുള്ള പെർഫോമൻസ് ആണ് അലക്സാണ്ടർ കൊയഫ് ഉൾപ്പെടെയുള്ള താരങ്ങൾ കാഴ്ചവെച്ചത്. സോ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് നോർത്ത് ഈസ്റ്റിനെതിരെ കളിക്കുമ്പോൾ എഡ്രിയാൻ ലൂണ ഉണ്ടാകണമെന്നാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഏറ്റവും വലിയ ആഗ്രഹം. അത് നടക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എഡ്രിയാൻ ലൂണയും കൂടി എത്തിക്കഴിഞ്ഞാൽ നോസദോ ഈ ജീസസ് പെബ്ര കോംബോ കാണാൻ സാധിക്കും. മികച്ച രീതിയിലുള്ള പെർഫോമൻസ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. അറ്റാക്കിംഗ് നിരയിൽ ഈ കോംബോ വന്നിട്ടുണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സിനെ പിടിച്ചു കെട്ടാൻ എതിരാളികൾ വളരെ കഷ്ടപ്പെടും. അതുപോലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് എടുത്തു പറയുകയാണെങ്കിൽ മിലോസും പ്രീതം കോട്ടാലും 2 വൻ മതിലുകളായി ബേക്കൽ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ മിലോസ് നല്ല ഡീസൻറ്റ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. പ്രീതം കോട്ടാൽ തൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ട് മികച്ച രീതിയിലുള്ള പ്രകടനം തന്നെ കഴിഞ്ഞ മത്സരത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. ഐമനെ അസറിനെയും ഇന്നത്തെ മത്സരത്തിൽ സ്റ്റാർട്ടിംഗ് 11ലേക്ക് മിക്കായിൽ സ്റ്റെഹ്റ കൊണ്ടുവരാൻ ചാൻസ് കൂടുതലാണ്. കഴിഞ്ഞ മത്സരത്തിൽ ഇരുവരുടെ സ്ഥാനത്തും 1ാം പകുതിയിൽ കളിച്ച താരങ്ങൾ മികച്ച ഫോമിലേക്ക് ഉയരാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ സന്ദീപും അതുപോലെ തന്നെ ഡാനിഷും ഇവരുടെ പകരം അസറും ഐമനുമായിരിക്കും കളിക്ക് ചാൻസ് കൂടുതൽ. സോ ഫസ്റ്റ് 11ൽ ഇവർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കളിയുടെ സ്പീഡ് നല്ല രീതിയിൽ തന്നെ വർദ്ധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ രാഹുൽ KP നല്ല മികച്ച പെർഫോമൻസ് ആണ് കളിച്ച 2 മത്സരങ്ങളിലും കാഴ്ചവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് നടക്കാൻ പോകുന്ന നോർത്ത് ഈസ്റ്റിനെതിരെയും അദ്ദേഹം റൈറ്റ് വിങ്ങിൽ കളിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നല്ല രീതിയിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന് പോരാടിക്കൊണ്ട് 3 പോയിന്റ് നേടിയെടുക്കാൻ സാധിക്കട്ടെ. സോ ഇതുപോലുള്ള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ്സിനായി തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾക്ക് ഇന്നത്തെ മത്സരവുമായി ബന്ധപ്പെട്ട വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സൈനിങ് ഓഫ് ഫുട്ബോൾ ന്യൂസ് ബൈ റിഷാൽ.